ഹലോ, നമസ്കാരം. ആശയമുഖിലാണേ. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ തേടിയുള്ള നമ്മുടെ യാത്ര അങ്ങനെ തുടരുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിതുരയ്ക്ക് സമീപം കല്ലാറിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിനടുത്താണ് കേട്ടോ. വനത്തിലൂടെയുള്ള ട്രക്കിങ്ങിനും സാഹസിക യാത്രകൾക്കും പേരുകേട്ട മീൻമുട്ടിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ ആ യാത്രയിൽ നിങ്ങളും കൂടെ വായോ. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം 45 കിലോമീറ്റർ അകലെ വിതുര പൊന്മുടി റോഡിൽ കല്ലാറിലാണ് ഈ മീൻമുട്ടി വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ഇവിടെ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. എൻട്രൻസ് ഫീസ് ഒരാൾക്ക് 40 രൂപയും വരുന്ന വാഹനത്തിനനുസരിച്ച് വാഹനത്തിൻ്റെ എൻട്രി ഫീസും എടുക്കേണ്ടതാണ്. ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി ഏകദേശം 500ഓളം മീറ്റർ ചെന്നാൽ മാത്രമേ നമുക്ക് വാഹന പാർക്കിംഗ് ഏരിയ കിട്ടൂ. പിന്നെ അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം നമ്മൾ ട്രക്ക് ചെയ്യേണ്ടതുണ്ട്. ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മനസ്സറിഞ്ഞുള്ള ട്രക്കിംഗ് ആയിരിക്കും. ഇരുവശങ്ങളിലും കൊടും കാടാണ്. ആ കാടിന് നടുവിലൂടെയാണ് നമ്മുടെ സഞ്ചാരം കേട്ടോ. ഫാമിലിയുമായി അരുവിയിലെ ഇളം തണുപ്പുള്ള വെള്ളത്തിൽ കുളിക്കുവാനും അതുപോലെ തന്നെ വളരെ സുരക്ഷിതമായി കാട്ടിലൂടെ ട്രക്ക് ചെയ്ത് മനോഹരമായ ഒരു കുഞ്ഞൻ വെള്ളച്ചാട്ടം കണ്ടുവരാനും ഇതിലും പറ്റിയ തിരുവനന്തപുരം ജില്ലയിലെ മറ്റൊരു മനോഹരമായ സ്പോട്ട് വേറെ ഇല്ല കേട്ടോ. പോകുന്ന വഴിയിൽ നിശ്ചിത ഇടവേളകളിൽ വേസ്റ്റ് ബിൻ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കും മറ്റുമൊക്കെ നമ്മൾ വലിച്ചെറിയാണ്ട് ഈ ബിന്നുകൾ തന്നെ നിക്ഷേപിക്കേണ്ടതാണ്. ഒരു കാരണവശാലും പ്രകൃതിയെ മലിനമാക്കരുത്. അത് ഓരോ സഞ്ചാരിയുടെയും ഉത്തരവാദിത്തമാണ്. ഈ വെള്ളച്ചാട്ടത്തിന് മീൻമുട്ടി എന്ന് പേര് വരാൻ കാരണം എന്താണെന്നറിയാമോ? മുകളിലത്തെ പാറയിടുകളിൽ നിന്നും 2-3 സ്റ്റെപ്പായിട്ടാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത്. ആയതിനാൽ തന്നെ മീനുകളുടെ സഞ്ചാരത്തെ ഇത് ബാധിക്കും. ഈ സ്റ്റെപ്പുകളിൽ തട്ടി അതിൻ്റെ സഞ്ചാരത്തെ തടയുന്നതിനാൽ തന്നെ ഇതിനെ മീൻമുട്ടി, മീനിൻ്റെ വഴി മുട്ടുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ മീൻമുട്ടി എന്ന് പേര് വരാൻ കാരണം കേട്ടോ. നമ്മൾ സഞ്ചരിക്കുന്ന വഴിയുടെ ഇടതുഭാഗത്തായി കടന്നു പോകുന്ന ഒരു ചെറിയ നദിയുണ്ട്. അത് കല്ലാർ നദിയാണ് കേട്ടോ. അപ്പോൾ ഈ കല്ലാർ നദിയുടെ ശബ്ദവും കിളികളുടെയും ചീവിടിൻ്റെയും ഒക്കെ ആരവുമൊക്കെ കേട്ട് ശരിക്കും കാട് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കാട് കയറാം കേട്ടോ. ഈ നദി ഒഴുകിപ്പോകുന്നത് വാമനപുരം നദിയിലേക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കല്ലാർ എന്നറിയപ്പെടുന്നെങ്കിലും ഇത് വാമനപുരം നദി തന്നെയാണ്. നമ്മൾ വരുന്ന വാഹനം പാർക്ക് ചെയ്യുന്ന പാർക്കിങ്ങിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ഉൾക്കാടിലൂടെ നടന്നു വേണം കല്ലാറിലെ ഈ മനോഹരമായ ചെറിയ വെള്ളച്ചാട്ടമായ മീൻമുട്ടിയിലേക്ക് എത്താമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. പോകുന്ന വഴിയിൽ പല ഭാഗത്തും അപായ സൂചനാ ബോർഡുകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. എന്തിനാണ് ഇങ്ങനെ ഇത്രയധികം ബോർഡുകൾ നൽകി നമ്മളെ പേടിപ്പിക്കുന്നതെന്ന് ചിന്തിക്കാൻ വരട്ടെ. 1-2 പേരല്ല, 13 പേരാണ് ഇവിടെ മരണമടഞ്ഞിട്ടുള്ളത്. 13 പേരും ഈ കല്ലാർ നദിയിൽ മുങ്ങിത്താണ് പോയവരാണ്. കാണാൻ ശാന്തനാണെന്ന് തോന്നുമെങ്കിലും ഈ അരുവി അല്പം കുഴപ്പക്കാരാണ് കേട്ടോ. നമ്മൾ ഈ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് അധികം താഴ്ചയില്ലാത്ത ഫോറസ്റ്റ് ഗാർഡിൻ്റെ നിയന്ത്രണമുള്ള ഒരു ചെറിയ കുളിക്കടവുണ്ട്. അവിടെ ഇറങ്ങി നമുക്ക് സുരക്ഷിതമായി കുളിക്കാൻ പറ്റും കേട്ടോ. അധികം ദൂരത്തേക്കൊന്നും പോകാതെ തന്നെ സുരക്ഷിതമായി നമുക്ക് അവിടെ കുളിക്കാനുള്ള സൗകര്യവും അതുപോലെ തന്നെ വസ്ത്രം മാറാനുള്ള സൗകര്യവും റൂമുകളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ വസ്ത്രം മാറാനുള്ള പിന്നെ ടോയ്ലറ്റ് സൗകര്യവും അവിടെ ലഭ്യമാണ്. പോകും വഴിയിൽ എല്ലായിടത്തും ഇറങ്ങി കുളിക്കാനൊന്നും പാടില്ല കേട്ടോ. ഉള്ളൻ കല്ലുകളും അഗാധമായ ഗർത്തങ്ങളും പ്രവചനാതീതമായ മലവെള്ളപ്പാച്ചിലും ശക്തമായ അടിയൊഴുക്കും എല്ലാം ഒളിപ്പിച്ചു വെച്ചാണ് നമ്മൾ ഈ കാണുന്ന കല്ലാർ നദി പതുക്കെ ഒഴുകിപ്പോകുന്നത് കേട്ടോ. അതിനാൽ തന്നെ നിങ്ങൾ മീൻമുട്ടിയിലേക്ക് പോവുകയാണെങ്കിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ കർശനമായി പാലിക്കണം.
ആരോഗ്യപച്ച പോലുള്ള വളരെ പ്രത്യേകതയുള്ള ഔഷധ സസ്യങ്ങളും അതുപോലെ കാട്ടുപോത്ത്, ആന, കടുവ, പുലി, കാട്ടുപൂച്ച, കാട്ടുപന്നി, മലയണ്ണാൻ തുടങ്ങിയ വിവിധയിനം ജന്തുജാലങ്ങളും യഥേഷ്ടം കാണുന്ന ഒരു കൊടും കാട്ടിലൂടെയാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ കാട്ടിലൂടെ 700 മീറ്ററോളം യാത്ര ചെയ്ത് നമ്മൾ എത്തിച്ചേരുന്നൊരു ഭാഗമാണ് ഈ ഒരു വാച്ച് ടവറൊക്കെ വരുന്ന ഭാഗം. ഇവിടെ നിന്ന് നോക്കിയാൽ വെള്ളച്ചാട്ടത്തിന്റെ മനോഹരമായ വ്യൂ കാണാവുന്നതാണ്. ഇനിയും നമുക്ക് സഞ്ചരിക്കാനുണ്ട്. ഇനിയും ഒരു 300 മീറ്ററോളം വളരെ ദുർഘടമായ വഴിയിലൂടെ കടന്നു പോയാൽ മാത്രമേ നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും അടുത്ത പോയിന്റിൽ എത്താൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് മുമ്പോട്ട് പോകാനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മനോഹരമായ വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു വിദൂര ദൃശ്യം കാണുകയാണ്. കേരള തമിഴ്നാട് ബോർഡർ ഏരിയയായ പാണ്ടിപ്പത്തിലെ ഏറ്റവും ഉയരമേറിയ ഭാഗമായ ചെമ്മുഞ്ചിമുട്ട എന്ന മലയിൽ നിന്നുമാണ് ഈ കല്ലാർ നദി, അതായത് ഈ വാമനപുരം നദി എന്ന കല്ലാർ നദി ഉത്ഭവിക്കുന്നത്. നമ്മൾ നടന്ന് വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തിയാലും നമുക്ക് ഇറങ്ങി കുളിക്കാനൊന്നും കഴിയില്ല കേട്ടോ. ഏതാണ്ട് 100 മീറ്റർ ഉയരത്തിൽ നിന്നും 3 സ്റ്റേജ് ആയിട്ടാണ് ഈ മീൻമുട്ടി വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്നത്. പണ്ട് ഈ വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് നിന്ന് കുളിക്കാമായിരുന്നു. പക്ഷേ വെള്ളത്തിൻ്റെ ശക്തമായ ഒഴുക്ക് മൂലം അഗാധമായ ഗർത്തങ്ങൾ രൂപപ്പെട്ടതിനാലും ആ ഗർത്തത്തിൽ ജീവനുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായതിനാലും പിന്നീട് ഇവിടെ സന്ദർശകർക്ക് ഇറങ്ങുവാനും കുളിക്കുവാനും ഒന്നും കഴിയുന്നില്ല. വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത് തന്നെ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ ആരും ഈ പറയുന്നത് പോലെ കണ്ണ് വെട്ടിച്ച് പോലും ആ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ നിൽക്കരുത്. കാരണം വളരെ ഡേഞ്ചറായിട്ടുള്ള ഭാഗമാണ്. 13 പേരുടെ ജീവനൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ഇവിടുത്തെ ഒരു ഭീകരത. നിങ്ങൾക്ക് കുളിക്കാനുള്ള സ്പേസ് താഴെയുണ്ട്, അവിടെ പോയി നിങ്ങൾ കുളിക്കാവുന്നതാണ്. വലിയ സന്ദർശകരുടെ തിരക്കില്ലാത്തതിനാലും മഴയുടെ സാന്നിധ്യമില്ലാത്തതിനാലും നല്ലതുപോലെ ആസ്വദിച്ച് തന്നെയാണ് നമ്മൾ ട്രെക്കിംഗ് നടത്തിയത്. അങ്ങനെ നമ്മൾ ഇതാ മീൻമുട്ടിയോട് അടുത്തെത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതാ മീൻമുട്ടിയിലെത്തിയിരിക്കുകയാണ്, നമ്മുടെ മനോഹരമായ മീൻമുട്ടി. തിരുവനന്തപുരത്ത് നിന്ന് നിങ്ങൾ പൊന്മുടിയിലേക്ക് യാത്ര വരികയാണെങ്കിൽ തീർച്ചയായും ഒഴിവാക്കാതിരിക്കാവുന്ന നല്ല ഒരു ഫോറസ്റ്റിൻ്റെ അനുഭവവും അതുപോലെ തന്നെ കുഞ്ഞൻ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹര നിമിഷങ്ങളും ചേർന്ന അനുഭവങ്ങൾ നമുക്ക് നൽകുന്ന ഒരു ഇടം തന്നെയാണ് നമ്മുടെ ഈ കല്ലാറിലെ മീൻമുട്ടി വാട്ടർഫാൾ. നമ്മുടെ മനസ്സിൽ മറ്റെന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും കാടിൻ്റെ സ്പന്ദനം കേട്ട്, അരുവിയുടെ നീരൊഴുക്ക് കണ്ട്, പക്ഷികളുടെ ശബ്ദം കേട്ട് കുറച്ചു ദൂരം ഇങ്ങനെ കാട്ടിലൂടെയൊക്കെ നടക്കുമ്പോഴേ നമ്മുടെ മനസ്സൊക്കെ ശാന്തമാകും, നമ്മുടെ മനസ്സൊക്കെ ശുദ്ധമാകും. അങ്ങനെ ഫാമിലിയുമായി കാട്ടിലൂടെ ട്രെക്ക് ചെയ്യുവാനും അരുവിയിൽ കുളിക്കുവാനും ഒക്കെ പറ്റിയ ഒരു യാത്ര തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കല്ലാറിലെ നമ്മുടെ മീൻമുട്ടി യാത്രയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. അങ്ങനെ ഞങ്ങൾ മീൻമുട്ടി വാട്ടർഫാളിലെ കാഴ്ചകൾക്ക് ശേഷം തിരികെ വരുന്ന വഴിയിൽ കണ്ട ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ്. അവിടെ ഇറങ്ങി കുറച്ചു നേരം കാഴ്ചകളൊക്കെ ആസ്വദിച്ചതിന് ശേഷമാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിയിൽ വലിയ പാറകളുണ്ട്, മനോഹരമായ കാഴ്ചകളാണ്. ശരിക്കും പേടിപ്പെടുത്തുന്ന രീതിയിലാണ് ആ പാറ നിൽക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ ചുവട്ടിൽ നിന്ന് കുറച്ച് ഡാൻസൊക്കെ കളിച്ചതിന് ശേഷമാണ് നമ്മൾ തിരികെ മീൻമുട്ടിയോട് വിട പറഞ്ഞ് പുറത്തേക്ക് വരുന്നത്.
പൊന്മുടി യാത്രക്കിടയിൽ വിനോദസഞ്ചാരികൾക്ക് സന്ദർശിക്കാൻ പറ്റിയ മനോഹരമായ ലൊക്കേഷൻ തന്നെയാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം. മീൻമുട്ടി വാട്ടർഫാൾ, ഈ പേര് നിങ്ങൾ മറ്റൊരിടത്തും കേട്ടിട്ടുണ്ടാവും. കേരളത്തിൽ ഇതേ പേരിൽ മറ്റൊരു പ്രശസ്തമായ വെള്ളച്ചാട്ടം കൂടിയുണ്ട് കേട്ടോ. അത് കേരളത്തിലെ രണ്ടാമത്തെ വലിയ വെള്ളച്ചാട്ടമായ വയനാടിലുള്ള മീൻമുട്ടി വാട്ടർഫാൾ ആണ് കേട്ടോ. അങ്ങനെ മീൻമുട്ടിയിലെ മനോഹരമായ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ തിരികെ പോവുകയാണ്. ഇനി ഒരുപാട് കാഴ്ചകളുണ്ട്. നമുക്ക് പൊന്മുടിയിലേക്ക് പോകണം. പൊന്മുടിയുടെ മനോഹരമായ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടേണ്ടതുണ്ട്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ നമ്മൾ കണ്ടു വരികയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.